കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണുന്ന നയന വീട്ടിലെ ഒരു വിഗ്രഹങ്ങളൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദൻ ഈ കാഴ്ച കണ്ടാൽ പറഞ്ഞു, കല്യാണം കഴിച്ചു വിട്ട മക്കള് വീട്ടിൽ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷേങ്കില് അധിക ദിവസം അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ മോൾ എന്നും ഈ വീട്ടിൽ വന്ന് നിൽക്കണം തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, കെട്ടിച്ചു വിട്ടില്ലേന്ന് ചോദിക്കുക. അതിനെന്താ വെച്ചാ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാലോ എന്ന് പറയാം. അതൊന്നും ശരിയാവത്തില്ല മോളെ, അവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇപ്പൊ തന്നെ മോൾ ഇങ്ങോട്ട് വന്നേ, ഒരു പക്ഷെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് കാണൂലേ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നോട് മുത്തശ്ശനെ പൊക്കോളാൻ പറഞ്ഞ് പോയി 2-3 ദിവസം നിന്നോളാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പേരില് അവിടെ ആർക്കും കുഴപ്പമൊന്നും കാണത്തില്ല. പ്രത്യേകിച്ച് ആദർശേന്റെ അമ്മയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് പറയാം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനവിടെ ഉള്ളപ്പം പോലും അവരെന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ വിഷമം ഉണ്ടാകുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രം. അവരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമുള്ളൂ. പിന്നെ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് നല്ല നല്ല ഓർഡറുകൾ പിടിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇവിടെ വന്ന് ചെയ്തു തരാമെന്ന് പറയാം. അല്ല, അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടാവില്ല. അല്ലെങ്കിലും ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഇനി അവിടെ ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദന്റെ സംശയം, അല്ല മോൾ ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു പോണില്ലേ? പോണോ അച്ഛാ? പിന്നെന്താ? അല്ല, ആദർശേടൻ വിളിക്കുമോന്ന് നോക്കട്ടെ. അല്ല, ആദർശമോൻ വിളിച്ചില്ലേ മോൾ ഇനി തിരിച്ചു പോകത്തില്ലെന്നാണ് പറയുന്നത്. പോകും, 2-3 ദിവസത്തിന് ശേഷം ഞാൻ പോകും. അതിനു മുമ്പ് നന്ദുവിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണമെന്ന് പറയാം. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, എനിക്കറിയത്തില്ല മോളെ, അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അത് കുഴപ്പമില്ല, അവളുടെ മനസ്സിൽ എന്താന്നുള്ളത് ഞാൻ ചോദിച്ചറിഞ്ഞോളാന്ന് പറയണം. പിന്നീട് നയന അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണ്. ഈ സമയത്ത് നന്ദു അവിടെ അടുക്കളയിലുണ്ടായിരുന്നു. പക്ഷെ നന്ദു ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഗോവിന്ദനും നയനയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മോള് വന്നെങ്കിലും അമ്മ എവിടെ കയറി അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ അമ്മ ഇല്ലാത്തതുകൊണ്ട് മോളുടെ ഫുഡിന്റെ സ്വാദ് എനിക്ക് അറിയാൻ പറ്റുമെന്ന് പറയാം. അത് ശരിയാ, പാവ അമ്മ. ഇപ്പൊ മിക്കവാറും ഞാൻ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അനന്തപുരിയിൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നന്ദുവിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. പെട്ടെന്ന് നയന തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നന്ദു, നീ എന്തെടുക്കും അത്? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടില്ലേന്ന് ചോദിക്കാം. അല്ല എന്താ ചേച്ചി, കുറെ സമയമായിട്ട് ശ്രദ്ധിക്കുക, നീ ഈ ലോകത്തെങ്ങും അല്ലേ മോളേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് ഗോവിന്ദൻ പറഞ്ഞു, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇവള്. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചപ്പോൾ അവളൊന്നും മൈൻഡ് ചെയ്യില്ല. അവള് വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും എന്ന് പറയാണ്. പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ നന്ദു കഴിക്കാതിരിക്കുന്ന കണ്ടപ്പം നയന ചോദിച്ചു, എന്താ പറ്റി മോളെ, നീ എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കും. അല്ല, ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാവരോടും തുറന്നു പറയണം. അതിങ്ങനെ മനസ്സിലിട്ട് നീറ്റി നടക്കുമല്ലേ ചെയ്യണ്ടേ. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചേച്ചിയോട് നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നന്ദു ഒന്ന് നോക്കുക മാത്രം ചെയ്തേ. പിന്നെ നന്ദു ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് ആദർശ് ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഒരു ഫയല് തരയുക. കുറെ സമയം നോക്കിയിട്ട് കാണുന്നില്ല. ഇത് എവിടെ കൊണ്ടാ വെച്ചേക്കുക. അവസാനം നയനെ ഫോൺ ചെയ്യുവാണ്. നയനെ ഫോൺ ചെയ്ത്, എന്താ ആദർശേട്ടാ, എന്താന്ന് ചോദിക്കണം. അതെ, ആ പുതിയ ഡിസൈൻ്റെ ആ ഫയൽ എവിടെ വെച്ചെന്ന് ചോദിക്കുക. അതാ കബോർഡിനടിയിൽ ആ ഡ്രോയ്ക്കകത്ത് ഉണ്ടല്ലോ എന്ന് പറയണം. എവിടെ? ഞാൻ അവിടെയൊക്കെ നോക്കിയല്ലോ. ആദർശേട്ടൻ ഒന്നുകൂടെ നോക്കാൻ പറയണം. അങ്ങനെ ആദർശം ഒന്നും നോക്കി കണ്ടില്ല. വീടെന്ന് അതിനെ പറഞ്ഞു കൊടുത്തു. അവസാനം ആ ഫയല് കിട്ടുവേണം. ഈ സമയം ആദർശ് ചോദിച്ചു, അല്ല നീ ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കുമോ. ഓ, അപ്പം ഞാൻ വരണല്ലേ, എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. ഞാൻ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അവിടെ രണ്ടുപേരും 2 അന്യഗ്രഹ ജീവികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാനല്ലേ. പിന്നെ എന്റെ ആവശ്യം എന്താന്ന് ചോദിക്കും അവിടെ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്, നീ വരണമെന്ന് എനിക്ക് വല്ല നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയും. പിന്നെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നീ വരുന്നില്ലേന്ന്. അല്ല, നിന്റെ അമ്മ ഇവിടെയാണല്ലോ, പിന്നെ നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അമ്മയില്ലാത്തപ്പല്ലേ ആദർശേട്ടാ ഇവിടെ നിൽക്കണ്ടേ, അപ്പോഴല്ലേ എന്റെ ആവശ്യം ഇവിടെ ഉള്ളത്, ഫുഡ് ഉണ്ടാക്കാനാണ്, എല്ലാ കാര്യത്തിനാണെങ്കിലും. ഓ അങ്ങനെ. അത് മാത്രമല്ല, പിന്നെ നന്ദുവിന് എന്തോ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ അതെന്താണെന്ന് അറിയണം, എന്നിട്ട് വേണമെന്ന് പറയാം. അതെ, അവളും ചിലപ്പം വല്ല പ്രേമത്തിലും പോയി വീണ് കാണുമായിരിക്കും. നിന്റെയൊക്കെ അനിയത്തിയല്ലേ, അതുകൊണ്ട്. ഓഹോ അങ്ങനെയല്ലേ, അപ്പൊ ഞാൻ ആദർശേട്ടനെ പ്രണയിച്ചായിരിക്കും വിവാഹം കഴിച്ചല്ലേന്ന് ചോദിക്കാം. ആദർശൊന്നും മിണ്ടിയില്ല. ആദർശ് പറഞ്ഞു, നീ വരുന്നുണ്ട് പോരാൻ പറയണം. അങ്ങനെ ഇപ്പൊ വരുന്നില്ല, ആദർശേട്ടൻ വന്ന് വിളിക്കുവാണ് ഞാൻ വരാന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യ, നീ അവിടെ നിന്നു, നീ ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും, ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പറഞ്ഞ കേട്ടല്ലോ എന്ന് വേണം. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ കോള് കട്ട് ചെയ്യണം. പിന്നീട് മുത്തശ്ശി അങ്ങോട്ട് വരുമ്പോ കനക അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കനകയാണ് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുക, കരക്കരിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇത് കാണാൻ മുത്തശ്ശി ചോദിച്ചു, അല്ല നീ എന്തിനാ കനക ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അല്ലമ്മേ, ജോലികളൊക്കെ ചെയ്താലല്ലേ ഫുഡ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഓഹോ അങ്ങനെ, അപ്പൊ അവളുമാരെന്തിയെ?
അല്ല അത് പിന്നെ ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അല്ലേ ഇവിടെ ഉള്ളൂ, അതിന്റെ ആവശ്യമില്ലല്ലോ. നീ ഇവിടെ വന്ന എന്തിനാ? നവ്യനെ നോക്കാനാണല്ലേ? നീ നവ്യനെ നോക്കിയാൽ മതി, അടുക്കളപ്പണി ചെയ്യാനായിട്ട് ഇവിടെ ജലജയും ദേവേനയൊക്കെ ഉണ്ടല്ലോ, അവര് ചെയ്യട്ടെ എന്ന് പറയണം. ഓ അത് വേണ്ടമ്മേ, അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നതല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. അതവിടെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. പിന്നെ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നിട്ട് കനക അടുക്കള കിടന്ന് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനൊരു തീരുമാനം എടുത്തു. മുത്തശ്ശൻ നേരെ ജലജേനെ ദേവേനയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. വന്നു വെച്ചപ്പോ ദേവേനിച്ചു, എന്താ വെച്ചാ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല കനകേനെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ജലജ പറഞ്ഞു, ഓ കനകേനെ കൊണ്ടുവന്ന എന്തിനാ വെച്ചാ അവളുടെ മോളെ നോക്കാൻ നവ്യനെ നോക്കാനായിട്ട് ആണല്ലോ, അത് ഉറപ്പാണല്ലോ, അല്ലാതെ അവളെ ഇവിടെ അടുക്കളയിലിട്ട് പണി ചെയ്യിപ്പിക്കാൻ കൊണ്ടൊന്നും അല്ലല്ലോ. ഇത് കേട്ടെന്ന് ജലജയുടെ ദേവേന്റെ മുഖം കൂടെ മാറി. അതെ, അവൾ ഈ വീട്ടിലെ ഗസ്റ്റാ, മാത്രമല്ല നവ്യയുടെ നയനയുടെ അമ്മയും കൂടെയാ. അപ്പൊ അവർ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ അവരല്ലേ ഈ വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി തരണ്ടേ. ഈ വീട്ടിലുള്ളവര് അവർക്ക് എന്താ ആവശ്യമുണ്ടല്ലോ അത് ചെയ്തു കൊടുക്കുക ചെയ്യണ്ടേ. പറഞ്ഞു ബോധ്യപ്പെട്ടല്ലോ. അതിനിപ്പോ അവളിപ്പോ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറയണേ ദേവേനെ ചോദിക്കാം. ഒന്നും ചെയ്തില്ലേ? അതിന് നയനമോൾ ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം എല്ലാ ജോലികളും അവളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ, നിങ്ങൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഈ സമയം ജലജ പറഞ്ഞു, ഓ അവൾ അതിഥി ആയതുകൊണ്ടായിരിക്കുമല്ലേന്ന്. അതിഥി തന്നെയാന്ന് പറയണം. അതിഥിയല്ല, അവൾ ഈ വീട്ടിൽ അധികപ്പറ്റാന്ന് എനിക്ക് തോന്നുന്നത് ജലജ പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അതെ അവളെ അധികപ്പറ്റല്ല, നീ നിന്റെ മോനും അധികപ്പറ്റ, പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് പറയുന്നതോട് അനുസരിച്ചാൽ മതി. ഇനി ഒരു കാരണവശാലും കനകേനെ അടുക്കളയിലേക്ക് കയറ്റിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന ജോലികളൊക്കെ നിങ്ങൾ ചെയ്യുക. രണ്ട് പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടാൾക്കും ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ. നയനമോള് തന്നെയല്ലേ ഈ വീട്ടിൽ ഇത്രയും ദിവസം ഈ ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്നേ, പിന്നെ എന്താ കുഴപ്പം? മര്യാദയ്ക്ക് പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. ദേവേന് പറയും, അതിനിപ്പോ എന്താ, ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന്റെ ഒരു കുഴപ്പമൊന്നുമില്ല, അടുക്കളയിൽ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയണ. ചെയ്തോളാം എന്ന് പറയുക മാത്രമല്ല ചെയ്യുകയും ചെയ്യണം, എന്നാലും അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. വായം കൊണ്ട് പറയുന്ന പോലല്ല, പ്രവൃത്തിയിൽ അത് കാണണ്ടേന്ന് പറയാം. ദേവേന് പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം അച്ഛാ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ചെല്ലുമ്പോ അടുക്കളയില് കനക ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ജലജ എന്നിട്ട് പറഞ്ഞു, ഓ വേറുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് അടുക്കള കയറി രാവിലെ ഉണ്ടാക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ജലജ, വേറെ ആരും ഇവിടെ ചെയ്യാനില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്താ. നീ ഇങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാന്ന് ദേവേനി പറയാം. അല്ല അതിനിപ്പം മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിന്നാ മതി, ഞങ്ങൾക്കറിയാൻ ചെയ്യാനായിട്ട്. ഓ അങ്ങനെയാണോ, എന്നാ ചെയ്തോ, ഇനിയിപ്പം ഞാൻ ഒന്നിനും ഇടുന്നില്ലെന്ന് പറയോ. ചിലർക്കൊക്കെ പല വിചാരങ്ങൾ കാണും. ഇപ്പൊ അവരുടെ മക്കളോ അവളോ ഇല്ലെങ്കിൽ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന്. പക്ഷെ അതൊക്കെ വെറും ധാരണ മാത്രമാണ്, ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് നന്നായിട്ടറിയാം, അങ്ങോട്ട് മാറി നിന്നാ മതി. പിന്നെ നിന്റെ ആവശ്യങ്ങളും കൂടെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നാ അച്ഛൻ്റെ അമ്മയുടെ ഓർഡർ. ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, സഹായം വേണം എന്നോട് ചോദിച്ചാൽ എന്ന് പറയാം. ജലജ പറഞ്ഞു, നിന്റെ ഒരു സഹായം വേണ്ട, ദൈവത്തെ ഓർത്ത് ഈ അടുക്കളയിൽ നിന്ന് പോയി തന്നാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും കനക അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. കനകയുടെ ഉള്ളിലുണ്ട്, ഈ വിറ്റകൾ ഇന്ന് പണിയെടുത്തുനിന്ന് പണ്ടാരം അടങ്ങുള്ളൂ. ഈ സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ ജലജൻ ദേവേനെ നോക്കി നിൽക്കുക. എന്നാലും എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവേന് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നമുക്ക് ഈ യൂട്യൂബിനകത്തൊക്കെ ആണെങ്കിൽ എന്നത്തെ പുതിയ റെസിപ്പിയൊക്കെ വരുമല്ലോ, അതൊക്കെ നോക്കി നമുക്കോട് പരീക്ഷണം നടത്തിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിലും അവളില്ലെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം. പിന്നീട് ആദർശ് ഓഫീസിലിരിക്കുക. അന്ന് ആദർശിന് പതിവിൽ വരെ നേരത്തെ വിശന്നു. പെട്ടെന്ന് ആദർശ് ബാഗ് എടുത്ത് അതിനകത്ത് ഫുഡ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓർത്ത്, അയ്യോ ഫുഡ് ഇല്ലല്ലോ, നയനയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ബാഗ് തുറന്നാണ്. ഈ സമയത്താണ് ആദർശിൻ്റെ ഉള്ളിലേക്ക് ചില കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും രാവിലെ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത്. ഈ സമയം നയനയും കൂടെ വന്നിട്ട്, അതേ ഇച്ചിരി നേരത്തെ അല്ല ഇറങ്ങണേ, അപ്പൊ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ല അതിനിപ്പോ എന്താ, എനിക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറയാം. ആദർശേണ്ണ ഇത് പറയും. കുറച്ച് കഴിയുമ്പത്തിന് ആദർശേണ്ണ വിശക്കുമെന്ന് പറയാം. അല്ല നീ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിരിക്കുന്നത്? ഞാൻ പുട്ടും പഴം വെച്ചിരിക്കുന്നത്. ഓ പുട്ടും പഴം, എനിക്കത് ഇഷ്ടമില്ലാന്ന് അറിയാൻ മേലെ. അന്ന് ആദർശേണ്ണ ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാൽ പറയുമായിരുന്നെങ്കിൽ ഞാനത് ഉണ്ടാക്കി വെക്കില്ലായിരുന്നു ചോദിക്കുക. ഓ പെട്ടെന്ന് ആദർശ ആ ഓർമ്മയോട് വന്നു. അവളുണ്ടല്ലോ എന്ന് കരുതി ബാഗ് തന്ന്, അവളുണ്ടെങ്കിൽ താൻ നേരത്തെ വരുന്നെങ്കിൽ അവൾ കൃത്യമായിട്ട് അറിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനുള്ള എടുത്ത് വെക്കും. ആകെപ്പാടൊരു ബുദ്ധിമുട്ട് ആദർശിന് ഫീൽ ചെയ്തു. ഈ സമയത്താണ് അങ്ങോട്ട് പവിത്ര വരുന്നത്. എന്താന്ന് ചോദിക്കണം. അല്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? അല്ല കസ്റ്റമേഴ്സിനെ ഇപ്പം അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് സഹായം കൂടെ വേണമെന്ന് പറയാം. അതെന്തിനാ അവളുടെ സഹായം വേണ്ടേ? അല്ല പുതിയ ഡിസൈനിങ് അവരെ കാണിച്ചു കൊടുക്കണം, എന്തെങ്കിലും മാത്രം
ഈ ഓർഡർ കിട്ടുള്ളൂ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അങ്ങോട്ട് ദേഷ്യം വന്നു. എന്ത് വന്നാലും ഒരു മാടം അല്ല, നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ ശമ്പളം നിന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നേ? നിങ്ങളുടെ ജോലി ഇവിടെ എന്താ? ഏതൊരു ആവശ്യം വന്നാലത്തിനും മാടത്തിന്റെ കാര്യം പറയും. ഒന്നിനെ കൊള്ളത്തില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പവിത്ര പറഞ്ഞു, അല്ല പിന്നെ സാർ ഇത് ഞങ്ങള് വരയ്ക്കുന്ന ഡിസൈനിങ് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്കാണെങ്കിൽ വെറൈറ്റി മോഡൽസ് ഒക്കെ ഇഷ്ടം. ഓഹോ, നിങ്ങളെ കണ്ട് അത് സാധിക്കില്ലല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തിനാ ശമ്പളം തരുന്നേ? ഒരു കാര്യം ചെയ്യേ, പറ്റത്തിൽ ഇട്ടിട്ട് പൊക്കോ, ഞാൻ വേറെ ആളെ നിർത്തിക്കോളാം. അല്ല സാർ, അതിപ്പോ കസ്റ്റമേഴ്സിന്റെ കാര്യമൊന്നും കൂടുതൽ പറയണ്ട, പോകാൻ നോക്ക്. പറഞ്ഞു കേട്ടല്ലോ ദേഷ്യപ്പെടുവാണ് അങ്ങോട്ട് കിടന്ന്. കുറെ സമയം കഴിഞ്ഞപ്പോ ആദർശം ഭയങ്കര ദേഷ്യമായി. അവസാനം പവിത്ര പറഞ്ഞു, ഓഹ് ഇതെന്തൊരു ജന്മമാണെന്ന് പറഞ്ഞ് പവിത്ര അങ്ങോട്ട് പോവാണ്. അല്ല നീ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കണേ. ഞാനൊന്നും പറഞ്ഞില്ല സാറെന്നും പറഞ്ഞ പവിത്ര അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആദർശം, താൻ എന്തിനാ പവിത്ര ഇത്ര ദേഷ്യപ്പെട്ടെ? ഒരു പക്ഷെ നയന ഇല്ലാത്തോണ്ടാണല്ലോ. ഇനി അവളുടെ അഭാവം എന്താ തന്നെ ഇത്രമാത്രം അങ്ങോട്ട് വല്ലാത്തൊരു വേദനിപ്പിക്കുവോ? എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ? അവളെ കാണാൻ തനിക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? സാധാരണഗതിയിൽ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പോവാറുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞേ വരാറുള്ളൂ. പക്ഷേ അന്നൊന്നും തനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നയന ഇല്ലാത്തോണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് എവിടെയോ അത് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായി പോയി ആദർശിന്. ഈ സമയം അടുക്കളയിൽ ദേവേനയും ജലജയും കൂടെ നിൽക്കുകയാണ്. അപ്പൊ ജലജ ഇങ്ങനെ കറിക്കൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നിട്ട് എന്തേലും സഹായം വേണമെന്ന് ചോദിക്കും. ഒന്നും സഹായം വേണ്ടേ, തമ്പുരാട്ടി അങ്ങോട്ട് പോയി ഇരുന്നാ മതി എന്ന് പറയാ. അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ദേവേന പറഞ്ഞു, നിനക്കൊരു വിചാരമുണ്ട്, നിന്റെ മോള് നയനയില്ലെങ്കിൽ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഓടത്തില്ലെന്ന്. അതെ, ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിലും മതി, വേലക്കാരി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് ജോലികളൊക്കെ ചെയ്യാൻ അറിയാന്ന് പറയാം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, അതൊക്കെ ഇപ്പൊ തോന്നും, ഇതിനു മുമ്പ് ഒരു വെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെറ്റ് തോറ്റുപോയ കാര്യം ഓർമ്മയുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, അതപ്പോഴ്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഞങ്ങൾക്ക് എന്നോടൊക്കെ ചെയ്യാൻ അറിയാന്ന് പറയാ, ജോലികൾ ചെയ്ത് കണ്ടാ മതി എന്ന് പറയാണ്. ഈ സമയത്ത് ജലജ പറഞ്ഞു, വന്ന് നിൽക്കുന്ന കണ്ടില്ലേ ഏട്ടത്തി, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യുന്നെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഇനി ഇവളിനകത്ത് വല്ലതൊക്കെ വാരി ഇടുവോന്ന് പോലും അറിയത്തില്ല. ഇവരുടെ മക്കള് വലിയ ആൾക്കാരെന്ന് പറയാൻ വേണ്ടി നന്നായിട്ട് കറികൾ ഉണ്ടാക്കും, ചോറുണ്ടാക്കും എന്നൊക്കെ പറയാൻ വേണ്ടി, നമ്മളുണ്ടാക്കുന്ന കറികൾക്കൊക്കെ രുചിയില്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാരി ഇട്ടാൽ പോലും നമുക്കറിയാൻ പറ്റില്ലോ എന്ന് പറയാം. ഈ സമയം കനക പറഞ്ഞു, അതെ ഞാൻ അത്രക്കാരി ഒന്നും അല്ല എന്ന് പറയാം. ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ ബുദ്ധിമുട്ട്, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. ഈ സമയം ദേവേന് പറഞ്ഞു, അതെ നിനക്കൊരു വിചാരമുണ്ട്, നിന്റെ മകൾ എവിടുത്തെ വലിയ ആളെന്ന്. അവള് വീട്ടിൽ പോയേക്കല്ലേ, അവൾ ഇനി ഇങ്ങോട്ട് വന്നില്ലേലും കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓടിപ്പോവും. എനിക്ക് മാത്രമല്ല, എന്റെ ആദർശമോനും അവൾ ഇങ്ങോട്ട് വരണമെന്നില്ല. നിന്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. എന്റെ മോന്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കനക ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.